ഗൗരി, അപ്പൊ നമ്മുടെ സൂപ്പർ സിംഗറിന്റെ കാര്യം ഞാൻ നേരത്തെ സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചില്ല. അപ്പൊ സൂപ്പർ സിംഗറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സൂപ്പർ സിംഗർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചേർന്നത്? അതായത് എന്തെങ്കിലും ആഡ് എന്തെങ്കിലും കണ്ടിട്ടാണോ? അല്ല എങ്ങനെയാണ് അതിലോട്ടൊരു എത്തിച്ചേരല്? സൂപ്പർ സിംഗർ ഞാൻ ഫോളോ ചെയ്തോണ്ടിരുന്ന ഷോ ആണ്. അപ്പം അതിന്റെ ഒരു ജൂനിയർ സീസൺ കണ്ടപ്പോഴേ എനിക്ക് എപ്പോഴെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണം എന്ന് അങ്ങനൊരു രാജ ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ ട്യൂഷൻ ക്ലാസ്സിലിരുന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ അതായത് മ്യൂസിക്കിന്റെ ട്യൂഷൻ ക്ലാസ്. മ്യൂസിക്കിന്റെ അല്ല ട്യൂഷൻ. അപ്പോ ഞാനിങ്ങനെ അതിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്നപ്പോ എന്നെ ഒരാൾ വിളിച്ചു. ആ. അപ്പൊ വിജയ് ടിവിന്നായിരുന്നു എന്നെ വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ സീസൺ വരണുണ്ട്. അപ്പൊ അതിന്റെ ഓഡിഷന് രജിസ്റ്റർ ചെയ്തിട്ട് നല്ല താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എന്റെ പേരൻസിന് ആ സമയത്ത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ആ അവര് ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസിയിൽ പോണു. പിന്നെ അവർക്കും ബാക്കി അവിടെ കൊണ്ടുപോകാൻ പണികളും കാര്യങ്ങളും സമയം ഒക്കെ. അപ്പം ജൂനിയർ ഷോ ആവുമ്പോ ഒബ്വിയസ്ലി തനിയെ പോകാൻ പറ്റില്ല. അപ്പൊ പേരൻസിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ അവർക്ക് സമയമില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റഡ് സിറ്റുവേഷൻ. പക്ഷെ ഫൈനലി അവര് എഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ ഓഡിഷന് പോയി. ആഹ് അതും ചെന്നൈയിൽ വെച്ചായിരുന്നോ? ചെന്നൈയിൽ വെച്ചായിരുന്നു ഓഡിഷൻ. എല്ലാം ചെന്നൈയിലാണ്. അപ്പം മൾട്ടിപ്പിൾ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്ത് കേറി ഷോയില്. അങ്ങനെയാണ് സൂപ്പർ സിംഗറിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. കേറി കഴിഞ്ഞപ്പോ പിന്നെ ഓരോ റൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ പോയി നിങ്ങൾ എത്ര സീസൺ, ഒരു സീസൺ തന്നെയാണോ പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരു സീസൺ. ആ സീസൺ റണ്ണർ അപ്പ്. സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരുന്നു. അത് ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ലൈക്ക് കുറെ പേര്, അതായത് ഞാൻ സെലിബ്രിറ്റീസ് അല്ല, നമുക്ക് മനസ്സിലായി. ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി. കുറെ ഇപ്പം അവരൊക്കെ അവരുടെയൊക്കെ ലൈഫ് ഇപ്പം എങ്ങനെയാണെന്ന് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? യെസ്. കുറച്ച് പേരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ സൂപ്പർ സിംഗർ ജേർണി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. കാരണം ആഹ്, ഭയങ്കര ഇമ്മീഡിയറ്റ് ഷെഡ്യൂൾസ് ആയിരുന്നു അവര്. ഒരാഴ്ച ഷൂട്ട് ഉണ്ടെങ്കിൽ അടുത്ത 2 ദിവസം ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് അടുത്ത ഷെഡ്യൂൾ ആവും അങ്ങനെ. അപ്പോ വളരെ കഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അതെ. ആ അല്ല നമുക്ക് പറഞ്ഞു പോവാം. നീ പിന്നെ എടുത്താ മതി. പിന്നെ പോ ആ അപ്പോ പറയട്ടെ ബാക്കി. വളരെ ടൈറ്റ് വിട്ട് പറ. ഒരു മിനിറ്റ്. എടാ, വളരെ ടൈറ്റ് വിട്ടാണ് എടുക്കണം. ഓക്കെ. വേറെ എടുത്തിട്ടുണ്ട്. ആ അപ്പോ വളരെ കഷ്ടപ്പെട്ടു. ഷെഡ്യൂൾ വൈസും പിന്നെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഷോ ഒന്ന് എൻഡ് ചെയ്താൽ മതി എന്നൊരു തിങ്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റെൻറ്റിൽ വരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് ഇതിനെപ്പറ്റി അതായത് നല്ല ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വലിയൊരു പരിപാടി അതെ. അങ്ങനത്തെ ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഷോസ് അങ്ങനെ അവർക്ക് ആ ഒരു ഷെഡ്യൂൾ അവരുടെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഷെഡ്യൂൾ തീർക്കാൻ വേണ്ടി മാക്സിമം ഒരു പുഷ് ചെയ്യുന്ന അതിന് അതില് നിങ്ങൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഞങ്ങളുടെ പ്രോബ്ലം വാസ് ദാറ്റ് ഞാൻ കേരളത്തിലായിരുന്നു എന്നുള്ളതാണ്. ടിക്കറ്റ് ട്രാവൽ. ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ ആഹ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിയ ഒരു പരിപാടിയായിരുന്നു. അവസാനം എനിക്ക് ചെന്നൈയിൽ പോകുന്നതിന്റെ ട്രോഫിയായി. അങ്ങനെ. പക്ഷേ ആലോചിക്കുമ്പോഴല്ലേ. അതെ. പക്ഷേ ആ സിറ്റി ബേസിക്കലി നമ്മൾ വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മനസ്സിലാവും. ഇങ്ങോട്ട് വരാൻ എല്ലാ രീതിയിലും എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം. ചെന്നൈ പൊതുവെ ഒരു എന്ത് മേഖലയ്ക്ക് ആയിരുന്നാലും ഒരു വളർച്ചയുള്ള ഒരു ട്രൂ, ട്രൂ. സിറ്റിയാണ് എന്ന്. ഭയങ്കര വെൽക്കമിങ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഹോം ടൗൺ എന്നുള്ളൊരു സെറ്റപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്ഥലമല്ല. നമ്മൾ ജനിച്ചു വളർന്നത് കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷേ കുറച്ച് കാലം അവിടെ നിന്ന് കഴിയുമ്പോൾ യു വിൽ സീ ഒരു സത്യാണ്. അതെ. ഭയങ്കര ഹോംലി ഒരു ഫീൽ വരുന്ന ഒരു സ്ഥലം. അപ്പോ അങ്ങനെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഫിനാലെ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായത്. പിന്നെ ഒരു 1 ഇയർ കണ്ടിന്യൂസ് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അതിനുശേഷം സെക്കൻഡ് ഇയർ ആയപ്പോൾ 96 വന്നു. അപ്പോ അങ്ങനെ വളരെ ഇവന്റ്ഫുള്ളി ഇങ്ങനെ കുറച്ച് കാലം പോയി. ഞാനത് എൻജോയും ചെയ്തു. ആ ഒരു സൂപ്പർ സിംഗർ, അതായത് ആ ഒരു പരിപാടിക്കിടയിൽ തന്നെ ഇഷ്ടംപോലെ ഗസ്റ്റുകൾ, ആക്ടേഴ്സ് ആയിരുന്നാൽ പോലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നാൽ പോലും ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് യൂട്യൂബിലെല്ലാം ഗൗരിയുടെ കുറച്ച് ഷോർട്സും കാര്യങ്ങളെല്ലാം ഞാൻ പണ്ടത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ആ ഒരു ടൈമിൽ വന്ന ഒരു ഗസ്റ്റില് ഗൗരിയെ ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ ഗൗരിയുടെ മനസ്സിൽ എപ്പോഴും ഇപ്പോഴും അതായത് എന്നും ഒരു നിലനിൽക്കുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? ആം, സ്പെഷ്യൽ ഗസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എല്ലാരെയും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അല്ല. ഞങ്ങളുടെ പെർമനന്റ് ജഡ്ജിങ് പാനൽ എസ്പിബി സാറ്, എസ്പിബി സാർ ചിത്ര മാം ആയിരുന്നു ഞങ്ങളുടെ പെർമനന്റ് ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത്.
അത് ശരിക്കും ഒരു ജസ്റ്റ് ഒരു ജഡ്ജിങ് പാനൽ കണ്ടസ്റ്റന്റ് റിലേഷൻ അല്ലാതെ പുള്ളി ശരിക്കും ഭയങ്കര ഒരു വളരെ വളരെ വയസ്സായിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ നമുക്കൊരു ഒരു സ്റ്റോറി ഒക്കെ പറയാൻ ഒരാൾ ഇരിക്കും, അതെ. സ്റ്റോറി കേൾക്കാൻ നമ്മൾ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഫീലാണ്. ഒത്തിരി ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിന്റെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ പുള്ളി പറയും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അത് വളരെ ഇൻവോൾവ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു ഷൂട്ടിലിരിക്കണ പോലെ അല്ലാതെ like ഇപ്പോഴും പുള്ളിയുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ പുള്ളിക്കാരെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ പറ്റിയതോ എനിക്ക് തോന്നുന്നു വലിയൊരു ചിത്രമേമ എന്ന പോലെ അവരുടെ കോമ്പോയിൽ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പം ആ ഒരു സാർ എന്തെങ്കിലും പേഴ്സണലായിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു പറ്റിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒരു മെമ്മറി. എനിക്ക് എന്റെ ഗ്രാൻഡ് ഫിനാലയിലുള്ള സെലക്ഷൻ ആണ് ഓർമ്മ വരുന്നത്. നമുക്ക് ഇങ്ങനെ കോഡ് നമ്പേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോ സൂപ്പർ സിംഗർ ജൂനിയർ SSJ 5, 6, 7, 4 ഓരോ സൂസൻ പോലെ. ഓരോ കണ്ടസ്റ്റൻസിന്. ആ അപ്പോ എനിക്ക് ഫോർ സം റീസൺ എനിക്ക് SSJ 5 വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സംഹൗ എനിക്ക് ആ നമ്പർ തന്നെ കിട്ടി. കിട്ടി. ഞാൻ ഫിനാലയിലോട്ട് പോകും. അപ്പൊ എനിക്കത് ആ നമ്പർ അതിന്റെ ഒരു ഒരു എന്താണ് ഒരു റോബ് പോലത്തെ ഒരു സാധനം. അതിന് അങ്ങനെ എന്തോ പറയും. അപ്പൊ അതെനിക്ക് പുള്ളിയാണ് സ്റ്റേജിൽ വന്ന് തന്നതും. ആ സമയത്ത് അതിനു മുന്നേ ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ലൈക്ക് എന്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ അവിടെ പറഞ്ഞു. ലൈക്ക് എന്റെ ഞാൻ എത്ര ബുദ്ധിമുട്ടി എനിക്കുള്ളതൊക്കെ. അപ്പൊ അത് കേട്ടിട്ട് SPB സാർ കരഞ്ഞു. അപ്പൊ എനിക്ക് ലൈക്ക് നമ്മള് ആരെങ്കിലും കരയുക അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുക എന്നുള്ള രീതിയിൽ ഒന്നും പറയാൻ ഉദ്ദേശിച്ച പറയുന്നല്ലോ. നാച്ചുറലി അത് വന്നു. അപ്പൊ പുള്ളി അതിങ്ങനെ ഫീൽ ചെയ്ത് വന്ന് സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് ഒരു ഒരു ഗ്രാൻഡ് ഫാദറിനോട് അടുത്ത് വന്ന് നമ്മളെ ഹഗ് ചെയ്ത് നമ്മളെ അക്നോളജ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെയാണ് എനിക്കൊന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് നോർമലി വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടെ ഇല്ല എന്നൊരു സേഫ്റ്റി ഇഷ്യൂ എനിക്ക് എപ്പോഴും വരായിരുന്നു. അന്ന് പുള്ളി ഇങ്ങനെ വന്ന് ഹഗ് ചെയ്ത് ഹി സ്പോക്ക് ടു മീ കുറച്ച് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു ഇങ്ങനെ റാൻഡം ആയിട്ട്. എനിക്ക് എന്തൊക്കെയാണ് ക്ലിയർ ആയിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്തിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആം, ആ വലിയൊരു സിംഗർ ആണെന്നുള്ളത് ആ ഒരു ഒരു ഗ്രാൻഡ് ഫാദർ എനർജിയാണ്. ഒരു ഗാർഡിയൻ. അതെ അതെ അങ്ങനെയാണ്. SPB സാർ എല്ലാ സീസൺ ഹോൾ സീസൺ അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ കുട്ടികളുമായിട്ടും. പക്ഷെ അന്ന് എനിക്കൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് എൻ്റെ ജീവിതത്തിൽ. വളരെ അടുത്ത് വന്ന് എന്നെ എന്തോ അഡ്വൈസ് ചെയ്തു. അതുപോലെ എന്നോട് പറഞ്ഞു നീ വരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് പിന്നെ ആ അവിടെ വെച്ച് എലിമിനേറ്റ് ആയി പോയാലും ഞാനിങ്ങനെ കിളി പോയിരിക്കുന്ന അവസ്ഥ. അതെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ് സ്പെഷ്യൽ ആണ്, ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. എനിക്ക് ആ ഒരു വീഡിയോ ആണ് എനിക്ക് ഏതോ ഒരു ഫോളോവർ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ, പുള്ളി ആം, സംസാരിക്കുന്ന ആ എല്ലാം കുറിച്ച്. അതെ. പിന്നെ പുള്ളിയുടെ ആ ഒരു മരണസമയത്ത് ഇങ്ങനെ ആ ഒരു വീഡിയോ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഞാൻ ആലോചിച്ചു ആ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇന്ററാക്ഷൻ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പാക്ട് ചെയ്യും. നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പൊ ചിലപ്പം ഗൗരിയുടെ ഏജും കുഞ്ഞായതുകൊണ്ട് ചിലപ്പം വലുതായിട്ട് തോന്നില്ല. പിന്നെ കുറച്ചുകൂടെ ഏജ് ആയി വരുമ്പോൾ നമുക്ക് പ്രഷർ പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പൊ പിന്നീട് ഞാൻ ചോദിക്കാൻ പറ്റിയ, നമുക്ക് ഇപ്പം ഇതുപോലെ ഇഷ്ടംപോലെ സിംഗേഴ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലും എല്ലായിടത്തും ഉണ്ട്. അപ്പം അവർക്കായിട്ടൊരു അഡ്വൈസ് എന്ന് പറയാൻ നമുക്ക് അഡ്വൈസ് അല്ല, ഇപ്പം ഗൗരിയുടെ ലൈഫിൽ നിന്ന് ഗൗരി എക്സ്പീരിയൻസ് ചെയ്തത്, അതായത് ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഒപ്പീനിയൻ, അഡ്വൈസ് വേണ്ട, ഒരു ഒപ്പീനിയൻ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? അതായത് നമുക്കിപ്പം ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബഡ്ഡിങ് ആയിട്ടോ നമുക്ക് ടാലൻ്റ് ആയിട്ട് ഇഷ്ടം പോലെ വരുന്നത്. ചിലർ ഗൗരിയെ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ടാലൻ്റ് ഉണ്ടായിട്ട് നമ്മൾ ആരും വിളിക്കാതെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വേണ്ടി ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ട് ഗൗരി എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്തായിരിക്കും? ആം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും അതുപോലെ ഞാൻ നല്ല മ്യൂസിഷ്യൻസിനെ കണ്ടിട്ടുള്ളത് എന്നും പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദറ്റ് യു ഗെറ്റ് അതൊരു അളവുകോലാക്കി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഒത്തിരി ക്വാളിറ്റി മ്യൂസിഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നില്ല. ചില ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അവരൊക്കെ പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു ആർട്ട് ഫോം, അതിപ്പോൾ മ്യൂസിക് ആണെങ്കിലോ അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിലോ അത് ന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു സാധനം
നോൺ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു 2 ഓപ്പർച്യൂണിറ്റീസ് വന്നില്ല. പക്ഷെ അത്ര സ്കിൽഡ് അല്ലാത്ത ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്കിൽഡ് അല്ല അല്ലെങ്കിൽ നമ്മൾ ഡിസേർവിങ് അല്ല എന്ന് വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഒരു ഒരു ടൈം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ബേസിക്കലി. അതെ. എല്ലാവരും അതിൽ സ്കിൽഡ് ആയിരിക്കണം എന്നില്ല. എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് ഡെഫിനറ്റ്ലി റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ കേസ് റെക്കഗ്നിഷൻ ഇല്ലെങ്കിലും ആം, ആ ഒരു ഗോൾഡ് ഉണ്ടല്ലോ ലൈക് കയ്യിലുള്ള ആ ഒരു സ്കിൽ അതിനെ പോളിഷ് ചെയ്യുക. സോ ദാറ്റ് നമുക്കൊരു കോൺഷ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മ സാറ്റിസ്ഫൈ അതെ ഏത് ആർട്ടായിരുന്നാലും അതിൽ നമ്മളൊരു പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വരിക എന്നാണ് അതെ. ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരും അക്നോളജ് ചെയ്തില്ല, ആരും റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കുള്ളൊരു കോൺഷ്യൻസ് ഉള്ളല്ലോ. കോൺഫിഡൻസ്. ആ നമുക്കൊരു ഡീപ് ഡൗൺ വി ആർ സാറ്റിസ്ഫൈഡ് ആസ് ആർട്ടിസ്റ്റ് എന്നൊരു സംഭവം വരും. ഐ തിങ്ക് അത് തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു അവാർഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ഓർ മ്യൂസിഷ്യൻ ഓർ സിംഗർ വാട്ട് എവർ. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് വന്നില്ലെങ്കിലും ഐ തിങ്ക് ഡിസ്കറേജ് ആവാതെ ഡു വാട്ട് ഫീൽസ് റൈറ്റ് ടു യു എന്നുള്ളതാണ് എനിക്ക് അതെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം പാട്ടുകാരെ കിട്ടിയിട്ട് നമ്മളൊരു പാട്ട് പാടാതെ വിടുന്നത് വളരെ മോശമാണ്. ഓ മൈ ഗോഡ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ഫോൺ വിളിക്കുമ്പോഴും സ്ഥിരം ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പാട്ട് പാടിക്കുക. അപ്പം അതൊരു സ്കൂളില് ഞാൻ മടുത്തൊരു നൊസ്റ്റാൾജിയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഞാൻ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുമോ? ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് തോന്നുന്നൊരു പാട്ട്. ഓക്കെ. ഇത് 96 തന്നെ ഉള്ള പാട്ടാണ്. ആ. പക്ഷെ ഇത് ഞാനല്ല പാടിയത്. ക്ലാസ് റൂംസിലെ കുറെ സോങ്സ് ഞാനാണ് പാടിയത്. പക്ഷെ ഈ ഒരു സ്പെസിഫിക് സ്റ്റേജിലാണോ പാടിയത്? ഇത് തൃഷ മാം പാടുന്ന കാണിക്കുന്ന പാട്ടാണ്. പക്ഷെ എല്ലാരും എന്നോട് ക്ലാസ് റൂം സോങ്സ് കേട്ട് എന്നെ പരിചയമുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനാണോ പാടിയതാ. പാടിയത്. പക്ഷെ ഞാനല്ല ഒറിജിനലി മൂവിയിൽ പാടിയിരിക്കുന്ന ചിന്മയി മാമാണ്. അപ്പം എല്ലാരും എന്നോട് പറഞ്ഞു ഇതിന്റെ ഒരു വേർഷൻ ഞാനായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അതിനു വേണ്ടി എന്റെ ഭാഗ്യം നമുക്ക് തന്നെ കിട്ടിയിരിക്കും. അതെ. ഓക്കെ. யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடுதான் ஆட பாதை பூத்திட பார்வை பார்த்திட பாவை ராதையோ வாட இரவும் போனது பகலும் போனது மன்னால் இல்லையே கூற இளைய கண்ணின் இமைத்திடாத கண்ணிங்கும் அங்குமே தேட ஆயர்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பர் தொல்லையோ ஆயர்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பர் தொல்லையோ பாவம் ராதா யமுனையாற்றிலே காற்றிலே கண்ணனோடுதான் ஆட பாதை பூத்திட பார்வை பார்த்திட பாவை ராஜையோ வாட. അടിപൊളി. അപ്പം എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയ ഗൗരി TP അടിപൊളിയായിട്ട് ഞാനും ഗൗരി TPയും നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ തറയാവാതെ അതെ അതെ. സ്റ്റാൻഡേർഡായിട്ട് നമ്മളിങ്ങനെയല്ല സംസാരിക്കാറ് പൊതുവെ. നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക കച്ചറ സംസാരങ്ങളാണ്. കുറച്ചുകൂടെ കച്ചറയായി ഗൗരി കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് നമ്മൾ സംസാരിക്കുമെങ്കിലും ഒരു ഇത്രയും നേരം ഒരു കസേരയെ പിടിച്ചിരുത്തി ഇങ്ങനെ നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നമ്മൾ സംസാരിച്ചിട്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ പുതിയ കണ്ടന്റ്സും പുതിയ ആളുകളുമായി ഞാൻ വീണ്ടും പോഡ്കാസ്റ്റിലൂടെ വരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.